ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണത്തിനെത്തിയ 88 വയസ്സുള്ള നാണിക്കുട്ടിയമ്മ വേറിട്ട കാഴ്ചയായി. മദ്യവും മയക്കുമരുന്നും കൂടാതെ വിവിധ പ്രശ്നങ്ങളെ തുടർന്ന് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളടക്കമുള്ള ഈ ലോകത്ത് 88ാമത്തെ വയസ്സിലും സ്വന്തം മാതാവിനെ പൊങ്കാല സമർപ്പണത്തിനായി ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ച വേറിട്ടൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ചെറുതുരുത്തി ഓടമ്പാക്കിൽ വീട്ടിൽ പരേതനായ രാമൻകുട്ടി നായരുടെ സഹധർമ്മിണി നാണിക്കുട്ടിയമ്മയെയാണ് മക്കൾ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചത്. 88 വയസ്സാണ് നാണിക്കുട്ടിയമ്മയ്ക്ക്. ഞാൻ നല്ലോണം ചെയ്തിരുന്ന ആളാണ്. ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനെയായത്. ഞാൻ ഇതൊക്കെ തന്നെ ഇവിടെ വന്ന് ചെയ്തിരുന്ന ആളായിരുന്നു. എനിക്ക് ആൾ സഹായം വേണമെന്നായി, വയ്യാണ്ടായി. അതുകൊണ്ടാണ് എന്തായാലും നന്നായിട്ടോ കുട്ടിക്ക് ഇങ്ങനെ തോന്നിയല്ലോ. അതുകൊണ്ട് വളരെ നന്നായി സന്തോഷമായി കേട്ടോ. അടുത്തതൊക്കെ ഞാൻ ഉണ്ടാവില്ല. നിരവധി വർഷമായി മുടങ്ങാതെ പൊങ്കാല സമർപ്പണം ദേവിക്ക് ചെയ്യുന്ന അമ്മയുടെ ആഗ്രഹം മക്കളും മരുമക്കളും 88ാമത്തെ വയസ്സിലും നിറവേറ്റുകയായിരുന്നു. രാവിലെ തന്നെ കുളിച്ച് പൊട്ടുതൊട്ട് സുന്ദരിയായി കാറിൽ മക്കളായ രവീന്ദ്രൻ, മോഹൻദാസ്, രമേഷ് കുമാർ, മരുമകൻ മുകുന്ദൻ എന്നിവർ ചേർന്ന് കൊണ്ടുവന്നു. തുടർന്ന് പെൺമക്കളായ രമാദേവി, രാധിക, മരുമകൾ മാലിനി എന്നിവരോടൊപ്പം പൊങ്കാല സമർപ്പണത്തിനെത്തുകയായിരുന്നു. അടുപ്പിൽ തീ കൂട്ടുകയും തുടർന്ന് മൺപാത്രം വെച്ച് അതിലേക്ക് ഉണങ്ങലരിയിട്ട് വെന്തതിനു ശേഷം ശർക്കര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി മറ്റുമിട്ടതിനു ശേഷം നല്ല രീതിയിൽ പൊങ്കാല സമർപ്പണം കഴിഞ്ഞതിനു ശേഷമാണ് 16ന്റെ ചുറുചുറുക്കോടെ തിരിച്ചുപോയത്. അടുത്ത വർഷവും ദേവി അനുഗ്രഹിക്കുകയാണെങ്കിൽ വീണ്ടും ഞാനിവിടെ വന്ന് പൊങ്കാല സമർപ്പണം നടത്തുമെന്ന് നാണിക്കുട്ടിയമ്മ പറഞ്ഞു. അമ്മയുടെ വലിയൊരാഗ്രഹമാണ് മക്കളായ ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും മകൻ രവീന്ദ്രൻ പറഞ്ഞു. ഇവിടെ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ പൊങ്കാല തുടങ്ങിയ കൊല്ല വർഷം മുതൽക്ക് അമ്മ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് അമ്മ ഇടാറുണ്ട്. എൻ്റെ പയ്യന്മാർ, അനിയൻ, അനിയത്തിമാർ, അളിയൻ, നമ്മുടെ കൂട്ടുകാർ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് പൊങ്കാല ഇടേണ്ടതാണ്. കൊല്ലം കൂടിയും അമ്മയെ കൊണ്ട് വരാനും പൊങ്കാല ഇടാനും സാധിച്ചതിൽ വളരെ സന്തോഷം, പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടായി. ന്യൂസ് ഡെസ്ക് CCV.